മൃദുവായ വാനില സ്പോഞ്ചും ഫ്രഷ് ക്രീം ഫില്ലിംഗും ഉപയോഗിച്ച് സോഫ്റ്റ് വാനില ക്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇത്. കേക്ക് സ്പോഞ്ചിനുള്ള ചേരുവകൾ: 2 കപ്പ് ഓൾ പർപ്പസ് മാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെണ്ണ മൃദുവാക്കിയത്, 1 കപ്പ് പഞ്ചസാര, 3 മുട്ടകൾ, 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്, 3/4 കപ്പ് പാൽ. വാനില ക്രീം ഫ്രോസ്റ്റിംഗിന് 2 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം തണുത്തത്, 4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്. ഘട്ടം 1. കേക്ക് ഉണ്ടാക്കുക. ഓവൻ 180°C ൽ പ്രീഹീറ്റ് ചെയ്യുക. കേക്ക് ടിൻ ഗ്രീസ് ചെയ്യുക. ബട്ടർ പഞ്ചസാര മൃദുവാകുന്നതുവരെ അടിക്കുക. മുട്ടകൾ ഓരോന്നായി ചേർക്കുക. വാനില ചേർക്കുക. മാവ് ബേക്കിംഗ് പൗഡർ ഉപ്പ് വെവ്വേറെ മിക്സ് ചെയ്യുക. ഡ്രൈ മിക്സും പാലും മാറി മാറി ചേർക്കുക. ടിന്നിലേക്ക് ഒഴിക്കുക. 30 മുതൽ 35 വരെ മിനിറ്റ് ബേക്ക് ചെയ്യുക. പൂർണ്ണമായും തണുക്കുക. ഘട്ടം 2. വാനില ക്രീം ഉണ്ടാക്കുക. തണുത്ത പാത്രം ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വയ്ക്കുക. തണുത്ത വിപ്പിംഗ് ക്രീം ചേർക്കുക. മൃദുവായ കൊടുമുടികൾ രൂപപ്പെടുന്നതുവരെ അടിക്കുക. പഞ്ചസാര വാനില ചേർക്കുക. കട്ടിയുള്ള കൊടുമുടികൾ വരെ അടിക്കുക. ഘട്ടം 3. കേക്ക് കൂട്ടിച്ചേർക്കുക. കേക്ക് 2 ലെയറുകളായി മുറിക്കുക. ലെയറുകൾക്കിടയിൽ ക്രീം വിതറുക. മുകളിലും വശങ്ങളിലും ക്രീം കൊണ്ട് മൂടുക. ചെറി, പഴങ്ങൾ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുക. വിളമ്പുന്നതിന് 1 മണിക്കൂർ മുമ്പ് തണുപ്പിക്കുക. ബൾക്ക് ബേക്കറി സ്റ്റൈലിനുള്ള രഹസ്യം: തണുത്ത ക്രീം മാത്രം ഉപയോഗിക്കുക. ഫ്രോസ്റ്റിംഗിന് മുമ്പ് കേക്ക് തണുപ്പിക്കുക. നനഞ്ഞ കേക്കിനായി പാളികളിൽ പഞ്ചസാര സിറപ്പ് പുരട്ടുക. മുറിച്ച കേക്ക് എളുപ്പമുള്ള പഞ്ചസാര സിറപ്പ്: 1/2 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. തിളപ്പിച്ച് തണുപ്പിച്ച് കേക്കിൽ ബ്രഷ് ചെയ്യുക.